അവന്റെ ഘാതകനെ തിരിയാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അത് കൊലപാതകമാണ്, ഒരിക്കലും. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. അബു അരീക്കോടിൻ്റെ മരണം, അബു അരീക്കോട് സ്വയം ജീവനൊടുക്കി എന്ന ആ ഒരു വാർത്ത നമ്മളൊക്കെ ഞെട്ടലിലൂടെയാണ് നോക്കിക്കണ്ടത്. അബു അരീക്കോട് സ്വയം ജീവനൊടുക്കുക എന്നത് അബു അരീക്കോടിനെ അറിയുന്നവർക്കാർക്കും വിശ്വസിക്കാനാവാത്ത ഒന്നാണ്. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതും അബു അരീക്കോട് സ്വയം ജീവനൊടുക്കിയത് എങ്ങനെയാണ്? താമസ സ്ഥലത്ത് ജനലിൽ തൂങ്ങിയ നിലയിലാണ് അബുവിനെ കണ്ടെത്തിയത്. അതിൽ തന്നെയാണ് നമുക്ക് സംശയം തോന്നിയത്. ഒരു ജനാലയിൽ എങ്ങനെയാണ് ഈ ഒരു മനുഷ്യൻ തൂങ്ങിയത് എന്ന് എല്ലാവരും ചിന്തിച്ചിട്ടുമുണ്ടാകും. ജനാലയിൽ എങ്ങനെയാണ് ഈ ഒരു വലിയൊരു മനുഷ്യൻ തൂങ്ങുക അല്ലേ? കേട്ടവരും അറിയുന്നവരും ഒക്കെ അബു അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ഒരു ശക്തനായ ഒരു മനുഷ്യൻ വെറും ഒരു ലോൺ ആപ്പിൽ നിന്നും ലോൺ എടുത്തെന്ന് കരുതി അവൻ്റെ നഗ്നതാ ഫോട്ടോ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ഭീരുവിനെ പോലെ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്നവനല്ല അബു എന്ന് അബുവിനെ അറിയുന്നവർക്കൊക്കെ അറിയാം. അബു സ്വയം ജീവനൊടുക്കി എന്നുള്ള വാർത്ത നമ്മളൊക്കെ കേട്ടുവെങ്കിലും അതിൻ്റെ പിന്നാലെ തന്നെ പോലീസും ഉണ്ടായിരുന്നു. അബുവിൻ്റെ ഈ ഒരു മരണം കൊലപാതകമാണോ എന്ന് സംശയവും ഉണ്ടായിരുന്നു. ഇതിൽ കൂടുതലായി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് പുലിവാല് പിടിക്കാൻ നമ്മൾ തയ്യാറല്ല. ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് നന്മകൾ ചെയ്യുന്ന അബുവിന് ഇവിടെ ഒരുപാട് ശത്രുക്കളെയും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ മരണം പല വിധത്തിലും പിടികൂടാം. സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഇന്നു മുതൽ കേൾക്കാൻ തുടങ്ങി. പല ആളുകളുടെയും ആളുകളുടെ പേരൊക്കെ പറഞ്ഞ് നമ്മൾ പുലിവാല് പിടിക്കാൻ നമ്മൾ തയ്യാറല്ല. പോലീസ് തന്നെ ഇതിൻ്റെ ശരിയായ ഒരു കേസ് അന്വേഷണം നടത്തുമെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. നമ്മൾ ചെയ്യേണ്ടത്, അബുവിനെ സ്നേഹിക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് അവരുടെ കൂടെ നിൽക്കുക. ഈ ഒരു മരണത്തിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി നമ്മൾ അവരുടെ കൂടെ നിൽക്കുക. ഒരുപാട് നമുക്ക് വേണ്ടി സംസാരിച്ചവനാണ് അബു. ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്തവനാണ് അബു. അബുവിൻ്റെ ഈ മരണകാരണം നമുക്ക് കണ്ടുപിടിച്ചേ മതിയാകും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒപ്പം കൂടെ നിൽക്കുക. എല്ലാ കേസ് കെട്ടുപോലെ നമ്മുടെ അബുവിൻ്റെ മരണവും അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകാൻ പാടില്ല. ഈ ഒരു സംശയം നമുക്ക് മാത്രമല്ല, അബുവിൻ്റെ മരണം കേട്ട എല്ലാവർക്കും തോന്നിയതാണ് ഈ ഒരു സംശയം. അബു അങ്ങനെ ചെയ്യില്ല. അബുവിനെ അറിയുന്നവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ് അബുവിൻ്റെ ആത്മഹത്യ എന്ന് പറയുന്നത്. ഇതിനൊക്കെ എതിരായി നിൽക്കുന്നവനാണ് അബു. ഇതിനൊക്കെ മോട്ടിവേഷൻ കൊടുക്കുന്നവനാണ് അബു. അങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അതും സംശയിക്കാവുന്ന രീതിയിലുള്ള ഒരു മരണം, ജനൽ കമ്പിയിൽ തൂങ്ങുക. എങ്ങനെയാണ് ഒരു ജനൽ കമ്പിയിൽ ഈ ഒരു വലിയൊരു മനുഷ്യൻ തൂങ്ങി മരിച്ചത്? ഇതൊക്കെ ഒരു സംശയമല്ലേ? ഏതൊരു സാധാരണക്കാരനും തോന്നാവുന്ന സംശയം. ഇത് നമ്മളായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇത് സംബന്ധമായി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംശയവുമായി ബന്ധപ്പെട്ട് സ്വന്തം ഉപ്പ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അവരുടെ കൂടെ നമ്മൾ നിന്നുകൊടുക്കുക. അതാണ് നമ്മൾ വേണ്ടത്. ഉപ്പ മകന്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സയ്യിദുമാരെ, ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, എൻ്റെ മകൻ അബു അരീക്കോട് എന്ന് പറയുന്ന എൻ്റെ മകൻ നോളജ് സിറ്റിയിൽ വെച്ച് മരണപ്പെട്ടു. നിങ്ങളെല്ലാവരും പ്രത്യേകം അവന് വേണ്ടി ഫാത്തിഹ, ഇഖ്ലാസ്, മാഫിയത്തേനി, അതുപോലെ 1,00,000 ഇഖ്ലാസിലേക്ക് ഓതാൻ പറ്റിയതൊക്കെ ഓതി, അതുപോലെ 70,000 തഹ്ലീലിലേക്ക് ചെല്ലാൻ പറ്റിയതൊക്കെ ചൊല്ലി, അതുപോലെ ഫാത്തിഹ, യാസീനൊക്കെ ഓതി ഓരോരുത്തരും ദ്വാരക്കണം. നാളെ 10 മണിക്കാണ് അവൻ്റെ ദ്വാ. വരാൻ പറ്റുന്നവരൊക്കെ വരിക, എല്ലാവരും സഹകരിക്കുക. അതുപോലെ അവൻ്റെ ഘാതകനെ തിരിയാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അത് കൊലപാതകമാണ്, ഒരിക്കലും ആത്മഹത്യയല്ല. ഒരു പിതാവിൻ്റെ ഇടനെഞ്ച് പൊട്ടുന്ന വാക്കാണിത്. അവരുടെ കൂടെ നമ്മൾ നിൽക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ അബു ഇങ്ങനെ ചെയ്യുമോ എന്ന്, നമ്മുടെ അബുവിനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരാൾ പോലും അബു സ്വയം മരിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ നമ്മളൊക്കെ അറിയുക തന്നെ വേണം. അവരുടെ കൂടെ നമ്മൾ നിൽക്കുക തന്നെ വേണം. എല്ലാവരും ദുആ ചെയ്യുക അബുവിന് വേണ്ടി.
പടച്ചറബ്ബ് മാഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ അല്ലാ. പടച്ചറബ്ബെ, ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഇതുപോലുള്ള മരണത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.